എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നെജിയും ടെൻട്ടണും അവര് രണ്ടുപേരും ഒരു പ്രത്യേക മിഷന് വേണ്ടി ഇപ്പൊ വന്നിരിക്കുകയാണ്. അപ്പൊ നെജി ചോദിക്കും, നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ 2 വർഷമായി. പഴയ മധുരമുള്ള ഓർമ്മകൾ അതിപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ? അതിനവള് പറയും, അതത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയോ? അപ്പൊ ഏതോ ഒരു അപ്പൂപ്പൻ ഇപ്പൊ വിളിച്ചു കൂവും, നെഞ്ചിപ്സു അതത്ര നിസ്സാരമല്ല എന്ന് പറഞ്ഞ് തീയൊക്കെ കത്തിച്ച് അങ്ങനെ കാറി അലറി നിൽക്കും. അത് കണ്ട് ടെൻട്ടൻ പറയും, ഈ അപ്പാപ്പന് യാതൊരു മാറ്റവും ഇല്ല, പഴയ പ്രാന്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഗായ് സെൻസായി കാണിക്കും. ആള് പറയും, ഗ്രാമത്തിലേക്ക് പുതിയ വെപ്പൻസ് വാങ്ങിക്കാനാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അയക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂട്ടായി പുതിയൊരാളെ കൂടെ ഞാൻ തരാൻ പോവാണെന്ന് പറഞ്ഞ് മാസ്റ്റർ ഇപ്പോ കുട്ടപ്പനെ അവിടേക്ക് വിളിച്ചു വരുത്തും. കുട്ടപ്പനെ കണ്ട ഉടനെ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഷോക്കായിട്ട് അവർ ചാടി എഴുന്നേക്കും. മാസ്റ്റർ പറയും, ഈ ഒരു മിഷനില് കുട്ടപ്പൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ടീമിന്റെ ലീഡർ അത് ടെൻട്ടൺ ആണെന്ന് പറഞ്ഞ് ഒരു സ്ക്രോള് കൊടുത്ത് മാസ്റ്റർ സെക്കൻഡുകൾക്കുള്ളില് ഇപ്പൊ ഡിസപ്പിയർ ആയി പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ 3 ആൾക്കാരും ലീഫ് വില്ലേജിന് ആവശ്യമായിട്ടുള്ള വെപ്പൻസ് ഒക്കെ വാങ്ങാൻ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. ടെൻട്ടൺ പറയും, നമുക്ക് 1000 കത്തികളും 1000 ശുരീങ്കനും വേണം. മാത്രമല്ല പുതുതായി എന്തെങ്കിലും വെപ്പൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും നമുക്ക് വാങ്ങണം. അത് കേട്ട് കുട്ടപ്പൻ ചോദിക്കും, ഇത്ര ആയുധങ്ങള് നമ്മളെ കൊണ്ട് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അത് കേട്ട് നെജി ചിരിക്കും. അവൻ പറയും, അതിനാണ് ടെൻട്ടനെ മാസ്റ്റർ ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയത്. അവളുടെ കയ്യില് ഒരു സ്ക്രോൾ ഉണ്ട്, അതുപയോഗിച്ച് എന്തു വേണമെങ്കിലും ഈസി ആയിട്ട് ടെലിപ്പോർട്ട് ചെയ്യാം. അവൾ ആ സ്ക്രോള് വെച്ച് നമ്മൾ വാങ്ങുന്ന ആയുധങ്ങള് അത് കറക്റ്റ് ആയിട്ട് ലീഫ് വില്ലേജിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് ടെലിപ്പോർട്ട് ചെയ്ത് തീർക്കും. അങ്ങനെ അവർ 3 പേരും ഇപ്പൊ കാഷ്വൽ ആയിട്ട് നടന്ന് ആ ഒരു വീടിന്റെ അകത്തേക്ക് പോവും. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു പൊട്ടിത്തെറിയും ഒരുപാട് തീയും കണ്ട് നമ്മുടെ കുട്ടപ്പൻ പേടിച്ചു നിൽക്കും. അത് കണ്ട് അപ്പാപ്പൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ പുതിയൊരു എക്സ്പെരിമെന്റ് അത് ചീറ്റിപ്പോയതാണ്. ആക്ച്വലി ഈ ഒരു അപ്പാപ്പനാണ് പുതിയ പുതിയ വെപ്പൻസ് അതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആള്. അപ്പൊ ടെൻട്ടൺ ഇപ്പൊ അപ്പാപ്പനോട് പറയും, ഞങ്ങൾ 3 പേരും ലീഫ് വില്ലേജിൽ നിന്ന് വരുന്നവരാണ്, ഞങ്ങളുടെ വില്ലേജിലേക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വെപ്പൻസ് വേണം. അതിന് അപ്പാപ്പൻ പറയും, ഇഷ്ടംപോലെ വെപ്പൻസ് ഇപ്പൊ അവൈലബിൾ ആണ്, അവനായി ഉപയോഗിച്ച പെട്ടി പോലും ഞാൻ റീക്രിയേറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാന്ന് പറഞ്ഞ് വെപ്പൻസ് മുഴുവൻ കാണിച്ചു കൊടുക്കും. ഇവിടെ അപ്പാപ്പൻ ആള് കണ്ടുപിടിച്ച പുതിയ വെപ്പൻസ് അതൊന്നായിട്ട് ടേബിളിൽ നിരത്തി വെക്കും. അപ്പൊ കുട്ടപ്പൻ അതിലൊരു കത്തിയിൽ കയറി തൊടും. അയ്യോ എന്റെ കൈ പൊള്ളിയെന്നും പറഞ്ഞ് കുട്ടപ്പൻ അവൻ വലിച്ചു കീറാൻ തുടങ്ങും. അവൻ അലറിക്കാറാൻ തുടങ്ങും. ടെൻട്ടൺ പറയും, ഈ വെപ്പൻസ് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല, വേറെന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോ അപ്പാപ്പൻ അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പൊ വലിയൊരു വെപ്പൻ കാണിച്ചു കൊടുക്കും. അതൊരു നിഞ്ച ശുരീങ്കനാണ്. അതിന്റെ അകത്ത് ഇപ്പൊ അപ്പാപ്പൻ നമ്മുടെ കുട്ടപ്പനെ പിടിച്ച് ഇപ്പൊ കെട്ടിയിടും. അസിസ്റ്റന്റ് കുട്ടപ്പനോട് പറയും, ഈ ഒരു ഹാൻഡിൽ ബാർ അതുപയോഗിച്ച് നിനക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ആ ഒരു വലിയ ബട്ടൺ അതിൽ പിടിച്ച് പ്രസ് ചെയ്യും. ഉടനെ കുട്ടപ്പൻ ആ ഒരു വെപ്പനുമായിട്ട് പറന്ന് ദൂരേക്ക് പോവും. കുട്ടപ്പൻ കറങ്ങി തിരിഞ്ഞ് വലിയൊരു പോയിന്റിൽ പോയി ഒരൊറ്റ അടി. ബോധം വരുമ്പോ കുട്ടപ്പൻ ഓടി വന്ന് അപ്പാപ്പനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. നീ ഞങ്ങളെ തന്നെ കൊല്ലാനുള്ള വെപ്പൻസ് ആണോ ഞങ്ങൾക്ക് തരുന്നേ? അപ്പൊ ടെൻട്ടൺ പറയും, ഇതൊന്നും ഞങ്ങൾക്ക് യൂസ്ഫുൾ അല്ല, അതുകൊണ്ട് നോർമൽ ശുരീങ്കനും കത്തിയും മാത്രം ഞങ്ങൾക്ക് തന്നാ മതി. അത് കേട്ടുടനെ അപ്പാപ്പനും അസിസ്റ്റൻസും ഇപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള കത്തിയും ശുരീങ്കനും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ടെൻട്ടൺ അവൾക്ക് ഒരുപാട് വിഷമായി പുറത്തേക്ക് പോവും. അത് കാണുമ്പോ കുട്ടപ്പൻ അവളുടെ പിന്നാലെ പോയി, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അവളോട് ചോദിക്കും. അതിന് അവള് പറയും, ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടെയാണ് ഇവിടേക്ക് വന്നത്, പുതിയ വെപ്പൻസ് അതുപയോഗിച്ച് നല്ലൊരു ഫൈറ്റ് മാസ്റ്റർ ആവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ അത്തരത്തിലുള്ള ഒരു വെപ്പൻ പോലും എന്നെ കൊണ്ട് കണ്ടുപിടിക്കാനായില്ല. അതിന് കുട്ടപ്പൻ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ കൊണ്ട് ഇതിനെല്ലാം കഴിയും. അപ്പൊ അതേ സമയത്ത് അവിടേക്ക് നെജി വന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവര് ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോ അപ്പാപ്പനെയും ആളുടെ അസിസ്റ്റന്റിനെയും അവിടെ കാണാനുണ്ടാവില്ല. അവരെവിടെ പോയെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാര് അവിടെ ചുറ്റും അന്വേഷിക്കും, പക്ഷെ അവിടെ എവിടെയും അവരെ കാണാനുണ്ടാവില്ല. അപ്പൊ നെജി അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ചെറിയൊരു ഡോറ്. അത് ഓപ്പൺ ചെയ്യുമ്പോ താഴേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് കാണും. അവര് 3 പേരും അതിലൂടെ താഴേക്ക് വരും. അപ്പൊ ലോങ് ഷോട്ടില് ഒരു സ്വിച്ച് കാണും. ടെൻട്ടൺ ഒരു കത്തി എടുത്ത് ആ സ്വിച്ചിനെ നോക്കി വലിച്ചെറിയും. സ്വിച്ച് പ്രസ് ആവുമ്പോ അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങള് അത് അറഞ്ചം പുറഞ്ചം നമ്മുടെ ആൾക്കാർക്ക് നേരെ ചീറി പാഞ്ഞു വരും. പക്ഷെ നെജി അവൻ റൊട്ടേഷൻ ഉപയോഗിച്ച് ആയുധങ്ങളെല്ലാം തന്നെ
തട്ടിത്തെറിപ്പിക്കും. അപ്പൊ ടെൻടൻ അവൾ മുൻപോട്ട് വന്ന് ദൂരേക്ക് നോക്കും. ലോങ് ഷോട്ടിലായിട്ട് ഒരു പോയിന്റ് കാണും. അവള് കത്തിയെടുത്ത് ആ പോയിന്റിനെ ലക്ഷ്യമാക്കി ഇപ്പൊ കറക്കെറിയും. കത്തി ആ പോയിന്റില് കറക്റ്റായിട്ട് തറച്ചു കയറും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് പപ്പടുകള് ഇപ്പൊ അവരെ ലക്ഷ്യമാക്കി അവരുടെ അടുത്തേക്ക് വരും. ടെൻടൻ വിടില്ല. അവൾ ഒരുപാട് കത്തികള് ഒരുമിച്ച് വലിച്ചെറിയും. ആ കത്തികളെല്ലാം തന്നെ ഇപ്പൊ പപ്പടുകളെ തകർത്ത് കളയും. അപ്പൊ അവര് വീണ്ടും ഇപ്പൊ മുൻപിലായിട്ട് ഒരു ഡോറ് കാണും. അവരെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറുമ്പോ ടെൻടൻ ആവട്ടെ അവളുടെ കണ്ണ് തള്ളി അവൾ ചുറ്റും നോക്കും. അവൾ ആഗ്രഹിച്ച പോലുള്ള ഒരുപാട് വെപ്പൻസ് അതിലേതെടുക്കണം എന്നറിയാതെ അവൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കും. ടെൻടൻ സെൻട്രലായിട്ട് ഒരു സ്ക്രോള് കാണും. അവളത് എടുക്കാൻ പോകുമ്പോഴേക്കും തൊട്ടു പോകരുത് എന്നൊരു സൗണ്ട് കേൾക്കും. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ അപ്പാപ്പനും അസിസ്റ്റന്റും. അപ്പൊ ടെൻടൻ ചോദിക്കും, ഇത്ര ആയുധങ്ങള് ഇവിടെ ഉണ്ടായിട്ടാണോ നീ ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത്? അതിന് അപ്പാപ്പൻ പറയും, ഈ വെപ്പൻസ് ഒന്നും നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അതിന് ടെൻടൻ ചിരിക്കും. അവള് പറയും, എല്ലാ വെപ്പൻസും എന്നെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. അതിന് അപ്പാപ്പൻ പറയും, ഞാനൊരു വെപ്പൻ നിനക്ക് തരാം. അത് നീ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെപ്പൻസും ഫ്രീ ആയിട്ട് ഞാൻ തരും. അത് കേട്ട് ടെൻടൻ അവള് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ പുറത്തെന്തോ വലിയൊരു ശബ്ദം കേൾക്കും. അത് കേട്ട് ടെൻഷനായിട്ട് അപ്പാപ്പനും അസിസ്റ്റന്റും അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. അപ്പാപ്പൻ ടെൻഷനായിട്ട്, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതിനവര് പറയും, വെപ്പൻസ്, നിങ്ങളുണ്ടാക്കുന്ന വെപ്പൻസ് അത് മുഴുവൻ ഇപ്പൊ ഞങ്ങൾക്ക് വേണം. അതിന് അപ്പാപ്പൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ ലീഫ് വില്ലേജുകാർക്ക് മാത്രമേ വെപ്പൻസ് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അതിനവര് ചിരിച്ചിട്ട് പറയും, ലീഫ് വില്ലേജ് അത് ഓൾറെഡി ഇപ്പൊ തകർന്നു പോയിരിക്കുകയാണ്. അവിടെയുള്ളവര് വെറും മണ്ടന്മാരാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങളുണ്ടാക്കിയ വെപ്പൻസ് അത് മുഴുവൻ ഞങ്ങളെ ഏൽപ്പിക്കണം. ഉടനെ അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് അവർക്ക് കലി കയറി വില്ലന്മാരെ അടിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടിയെത്തും. നമ്മുടെ രണ്ട് പെമ്പിള്ളാരും അവരെ അടിക്കാനായിട്ട് അവരുടെ തൊട്ടടുത്തെത്തും. പക്ഷെ ആ വില്ലന്മാര് അവരൊരു ഷീൽഡ് വെച്ച് അവരെ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ അപ്പാപ്പൻ ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം അപ്പാപ്പൻ ക്രിയേറ്റ് ചെയ്ത ടൂൾസ് ആണ് അവരുടെ കയ്യിലുള്ളത്. ഇതെങ്ങനെ ഇവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അപ്പാപ്പൻ വണ്ടടിച്ച് നിൽക്കും. അപ്പൊ അസിസ്റ്റന്റ് അപ്പാപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയും, ഐ എം റിയലി സോറി. നമുക്ക് ക്യാഷിന് ആവശ്യം വന്നപ്പോ ഞാനാണ് ഈ വെപ്പൻസ് ഇവർക്ക് വിറ്റത്. പക്ഷെ ഇവര് കള്ളന്മാരാണെന്നോ റോക്ക് നിഞ്ചാസ് ആണെന്നോ എനിക്കറിയില്ലായിരുന്നു. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ റസൻ ഗൺ പവറുമായിട്ട് അവരെ അടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ കുട്ടപ്പനെ കൊണ്ട് അവരുടെ അയലത്തെത്താൻ സാധിക്കില്ല. അവര് കുട്ടപ്പനെ സിമ്പിളായിട്ട് ഇപ്പൊ തല്ലി താഴെയിടും. അത് കണ്ട് ടെൻഷനായിട്ട് ഇപ്പൊ ടെൻടൻ അവൾ അപ്പാപ്പനോട് ചോദിക്കും, ഈ ഒരു നിഞ്ച ടൂളിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? അതറിഞ്ഞെങ്കിലും മാത്രമേ നമുക്കവരെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. അതിന് അപ്പാപ്പൻ പറയും, എന്റെ വെപ്പൻസിന് ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷെ മറ്റൊരായുധം ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അപ്പാപ്പൻ ഒരു സ്ക്രോൾ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അവൾ ആ സ്ക്രോൾ ഓപ്പൺ ചെയ്യും. അപ്പൊ വലിയൊരു ഇരുമ്പ് ഗോളം അവിടെ ക്രിയേറ്റ് ആവും. അപ്പാപ്പൻ അവളോട് പറയും, ഇതത്ര സിമ്പിൾ ആയിട്ട് നിന്നെ കൊണ്ട് എടുക്കാൻ കഴിയില്ല. ഇതിനൊരു പ്രത്യേക ടെക്നിക് ഉണ്ട്. അത് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് നിനക്ക് ഉപയോഗിക്കാൻ കഴിയൂ. ഇവിടെ വില്ലന്മാര് അവർ നെജിയെ തല്ലി തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് കുട്ടപ്പൻ അവന്റെ മൾട്ടി ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് ഓടി അടുക്കും. അത് കണ്ട് ടെൻടൻ അവൾ ഉടനെ ഒരു ഗോളത്തിന് ചുറ്റും ഇപ്പൊ പേപ്പർ ബോംബ് ഒട്ടിക്കും. എന്നിട്ട് അതിന്റെ പ്രത്യേക ഒരു ഭാഗത്ത് അവൾ ചവിട്ടി നിൽക്കും. പേപ്പർ ബോംബ് അതൊന്നൊന്നായി പൊട്ടുമ്പോ അതിന്റെ പവറില് ഒരു ഗോളം അത് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അവൾ ആ വലിയ ഗോളം അത് കൺട്രോൾ ചെയ്ത് വില്ലന്മാരുടെ തൊട്ടടുത്തെത്തും. അവരുടെ അടുത്തേക്ക് അത് വരെ അവളാവട്ടെ അതിൽ കണക്ട് ചെയ്ത ഒരു ത്രെഡ് വഴി ഇപ്പൊ താഴേക്ക് ചാടും. പക്ഷെ വില്ലന്മാര് അവര് കൂളായിട്ട് ആ ഗോളത്തെ ഇപ്പൊ ഹായ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യും. വില്ലന്മാര് ചിരിക്കും. പക്ഷെ ടെൻടൻ അവളെ ത്രെഡി പിടിച്ച് ഒരൊറ്റ വലി ഗോളം പൊട്ടി അങ്ങോട്ട് തെറിച്ച് വില്ലന്മാർ രണ്ടുപേരും ചെന്നിച്ചെതറിപ്പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ അപ്പാപ്പൻ പറയും, നീ ആക്ച്വലി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വെപ്പൻസും ഇവിടെ നിന്ന് എടുക്കാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നെജിയും ടെൻടണും ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ വീണ്ടും അപ്പാപ്പന്റെ അടുത്തേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.